ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനങ്ങൾ. ഇസ്ലാമികവൽക്കരണത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പഠന പരമ്പരയിൽ ഇതുവരെ ഇറക്കിയ വീഡിയോകൾക്കെല്ലാം നിങ്ങൾ നൽകിയ സകലവിധ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങളുടെ അഗൈതവുമായ നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഈ പഠന പരമ്പരയോട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ വളരെ ഹിറ്റായ ചില വീഡിയോകൾ ഞാൻ കാണുകയുണ്ടായി. അതിൽ ഭാവിയിൽ കേരളത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള തക്കിയ പ്രയോഗിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി ഞാൻ കണ്ടത് തീവ്ര ജിഹാദിയായ ഒരു അലിയാർ മുസ്ലിയാരാണ്. ഞാൻ അദ്ദേഹത്തെ ജിഹാദി എന്ന് സംബോധന ചെയ്യുന്നത് അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ വ്യക്തിഹത്യ നടത്താനോ ആണെന്ന് ഒരുപക്ഷെ എൻ്റെ അമുസ്ലിം പ്രേക്ഷകർക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഒരു ചെറിയ വിശദീകരണം നൽകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ജിഹാദി എന്ന വാക്ക് അപമാനകരമായിരിക്കുന്നത്, ജിഹാദി എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ അറപ്പും വെറുപ്പും ഉളവാകുന്നത്, പന്നിയുടെ വിസർജ്യം പോലെ ശ്രവണമാത്രയിൽ ഓക്കാനം വരുന്നത് അമുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. മുസ്ലിങ്ങൾക്കത് അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ പ്രമാണങ്ങളെല്ലാം പഠിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജിഹാദി എന്നുള്ള വാക്ക് ഒരിക്കലും ഇങ്ങനെയല്ല. മുസ്ലിങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നത് പോലെയേ അല്ല. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് ജിഹാദി എന്നുള്ളത്. ജിഹാദിന് തുല്യമായി ഇസ്ലാമിൽ വേറൊന്നുമില്ല. എത്ര ഹജ്ജ് ചെയ്താലും, എത്ര സക്കാത്ത് കൊടുത്താലും, എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പനുഷ്ഠിച്ചാലും അതൊന്നും ജിഹാദിന് തുല്യമാവുകയില്ലെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. സുനാനു തിർമിദി അധ്യായം 20, ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ജിഹാദിൻ്റെ മഹത്വം എന്നാണ്. അപ്പോൾ 20-ാം അധ്യായത്തിൻ്റെ ഹദീസ് നമ്പർ 1619 പറയുന്നത് ഇപ്രകാരമാണ്. അബൂ ഹുറൈറയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഒരാൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ജിഹാദിന് തുല്യമായത് എന്താണ്? തിരുമേനി പറഞ്ഞു, അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല. അയാൾ വീണ്ടും 2-3 തവണ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴൊക്കെ തിരുമേനി പറഞ്ഞു, നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. 3-ാമത്തെ പ്രാവശ്യം അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ജിഹാദിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ വിരാമമില്ലാതെ നിന്ന് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. ഇപ്പോൾ ഒരാൾ ജിഹാദിന് പോയാൽ അയാൾ തിരിച്ചു വരുന്നത് 5-6 മാസം കഴിഞ്ഞായിരിക്കും. ചിലപ്പോഴത് 5-6 വർഷങ്ങളുമാകാം. അത്രയും നാൾ ആ ജിഹാദി അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ വിരാമമില്ലാതെ നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ജിഹാദിന് തുല്യമായി ഇസ്ലാമിൽ വേറൊന്നുമില്ല എന്ന്. ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുണ്ട്. ഞാൻ അതും വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, ഒരാൾ തിരുമേനിയുടെ മുമ്പിൽ വന്നിട്ട് അപേക്ഷിച്ചു, ധർമ്മയുദ്ധത്തിന് തുല്യമായ ഒരു സൽക്കർമ്മം അവിടെ നിന്ന് ഉപദേശിച്ചു തന്നാലും. ജിഹാദിനെ കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ പരിഭാഷകർ, മലയാള പരിഭാഷകർ അത് ധർമ്മയുദ്ധമെന്നാണ് പരിഭാഷപ്പെടുത്തിയത്. ജിഹാദ് എന്ന് എഴുതാൻ അവർക്കെന്തോ ഒരു നാണക്കേടാണെന്ന് തോന്നുന്നു. അപ്പോൾ പറയാണ്, ധർമ്മയുദ്ധത്തിന് തുല്യമായൊരു സൽക്കർമ്മം അവിടുന്ന് ഉപദേശിച്ചു തന്നാലും. തിരുമേനി അരുളി, അങ്ങനെ ഒരു കർമ്മം ഞാൻ കാണുന്നില്ല. തുടർന്ന് അരുളി, യോദ്ധാക്കൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നിനക്ക് അടുത്തുള്ള പള്ളിയിൽ ചെന്ന് ഒട്ടും അലസത തോന്നാതെ നമസ്കരിച്ചു കൊണ്ടിരിക്കാനും ഇടയ്ക്ക് തുടർച്ചയായി നോമ്പ് നോൽക്കാനും കഴിയുമോ? അയാൾ ചോദിച്ചു, ആർക്കാണ് അതിന് കഴിയുക? സ്വഹീഹ് ബുഖാരി അധ്യായം 57 ഹദീസ് നമ്പർ 1167. അപ്പോൾ ഒരാൾക്കും കഴിയില്ല. ആർക്കാണ് അതിന് കഴിയുക എന്ന് ചോദിച്ചാൽ ഒരാൾക്കും കഴിയില്ല. അപ്പോൾ ജിഹാദ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളനുസരിച്ച് അത്രമാത്രം പ്രാധാന്യമേറിയതും തുല്യതയില്ലാത്തതുമാണ്. മരിച്ചു കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ജിഹാദിൻ്റെ എന്തെങ്കിലും ഒരടയാളം തൻ്റെ ശരീരത്തിൽ കാണണമെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അറിവുള്ള ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നത്. ഞാൻ ഹദീസ് വായിക്കാം. സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1666 പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അബൂ ഹുറൈറയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ജിഹാദിൻ്റെ ഒരടയാളവുമില്ലാതെ ആരെങ്കിലും അള്ളാഹുവിനെ സന്ധിച്ചാൽ ആ ന്യൂനതയോടുകൂടിയാകും അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. ഈ കാരണങ്ങളാൽ പ്രമാണങ്ങളിൽ അറിവുള്ള ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നത് ജിഹാദിൻ്റെ എന്തെങ്കിലും ഒരടയാളം തന്നിലുണ്ടായിരിക്കണമെന്നാണ്. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജിഹാദ്. ജിഹാദിൻ്റെ അടയാളമില്ലാതെ മാത്രമല്ല,
ജിഹാദ് ചെയ്യാതെയോ ജിഹാദിനെ കുറിച്ച് മനസ്സ് മന്ത്രിക്കാതെയോ മരണപ്പെടുന്ന മുസ്ലിം ഒരു മുനാഫിക്കായിട്ടാണ്, അതായത് ഒരു കപട വിശ്വാസിയായിട്ടാണ് മരിച്ചത് എന്നും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഹദീസ് വായിക്കാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ആരെങ്കിലും യുദ്ധം ചെയ്യാതെയും യുദ്ധത്തെക്കുറിച്ച് മനസ്സ് മന്ത്രിക്കാതെയും മരണപ്പെട്ടാൽ അവൻ കാപഠ്യത്തിൻ്റെ ശാഖയിലാണ് മരണപ്പെട്ടത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് പറഞ്ഞു, അത് പ്രവാചകൻ്റെ കാലത്താണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 158. തൻ്റെ കാലത്ത് മാത്രമുള്ള നിയമമാണിതെന്ന് മുഹമ്മദ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏതൊരു കാലഘട്ടത്തിലും ഈ 21-ാം നൂറ്റാണ്ടിലും പ്രയോഗത്തിലുള്ള നിയമമാണത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരും മുനാഫിക്കുകളായി, അതായത് കപടവിശ്വാസികളായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഇസ്ലാമിക പണ്ഡിതന്മാരും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ജിഹാദ് ചെയ്യാനോ അല്ലെങ്കിൽ ജിഹാദിനായി മനസ്സ് മന്ത്രിച്ചുകൊണ്ടൊക്കെയാണ് അവർ നടക്കുന്നത്. അതിപ്പോൾ സക്കീർ നായിക് ആയാലും MM അക്ബർ ആയാലും അബ്ദുൽ നാസർ മദനി ആയാലും ഹാരിസ് മദനി ആയാലും പാണക്കാട് തങ്ങളായാലും അലിയാർ മുസ്ലിയാരായാലും ആരായാലും ശരി, ഈ പ്രമാണങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനും കപടവിശ്വാസിയായിരിക്കാതെ സത്യവിശ്വാസിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമും ഒക്കെ ജിഹാദ് ചെയ്യാനോ ജിഹാദിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനോ ആഗ്രഹിച്ച് നടക്കുന്നവനാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവരായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഇസ്ലാമിക പ്രമാണങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉള്ളിൻ്റെ ഉള്ളിൽ ജിഹാദ് ചെയ്യാൻ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് ഓർത്തോളണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവനെ കപടവിശ്വാസിയായിട്ടാണ്, മുനാഫിക്കായിട്ട് മുദ്രകുത്തി അവനെ നരകത്തിലേക്കാണ് തള്ളിയിടാൻ പോകുന്നത്. മുഹമ്മദ് അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ജിഹാദി എന്നുള്ള വിളി ഒരൊറ്റ മുസ്ലിമിനും അപമാനകരമായ കാര്യമല്ല എന്നുള്ളത് ഓർത്തിരിക്കണം. ഒരു ജിഹാദി എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ കൽപ്പന പരിപൂർണമായി അനുസരിക്കാൻ തയ്യാറാകുന്നവനാണെന്നാണ് അർത്ഥം. ഒരു ജിഹാദി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃക അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുന്നവനാണെന്നാണ് അർത്ഥം. ഒരു ജിഹാദി എന്ന് പറഞ്ഞാൽ അവൻ ഖുർആനും ഹദീസുകളും കൃത്യമായി ഫോളോ ചെയ്യുന്നവനാണെന്നാണ് അർത്ഥം. ഇവരുടെ പ്രവാചകനായ മുഹമ്മദാണ് ലോകത്തിൽ ആദ്യമായി ജിഹാദ് ചെയ്യാൻ ആഹ്വാനം കൊടുക്കുന്ന വ്യക്തി എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 10 വർഷത്തിൽ മുഹമ്മദ് ധാരാളം ജിഹാദുകൾ ചെയ്തിട്ടുമുണ്ട്. അതായത് ലോകത്തിലെ ഒന്നാമത്തെ ജിഹാദി ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദാണ്, ഒന്നാമത്തെ ജിഹാദി. അപ്പോൾ ഗുരുവിനെ പോലെ ആകാനാണല്ലോ ശിഷ്യന്മാർ പരിശ്രമിക്കുക. മുഹമ്മദിൻ്റെ ആയുഷ്കാലം 63 വർഷമാണ്. 53 വയസ്സിന് ശേഷമാണ് മുഹമ്മദ് ഒരു ജിഹാദിയായി മാറുന്നത്. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഏറ്റവും ഉയർന്ന പടി എന്ന് പറയുന്നത് ഈ മുഹമ്മദിൻ്റെ ജീവിതത്തിലെ ഈ അവസാനത്തെ 10 വർഷങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്, അഥവാ ജിഹാദ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മുക്രിയെന്നോ മൗലവിയെന്നോ മൊയ്ലിയാരെന്നോ ഇമാമെന്നോ ഹാഫിസെന്നോ മദനി എന്നൊക്കെ വിളിക്കപ്പെടുന്നതിനേക്കാൾ ശ്രീ അലിയാർക്ക് ഇഷ്ടപ്പെടുന്ന സംബോധന ജിഹാദി എന്ന് തന്നെയായിരിക്കുമെന്ന കാര്യം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പം അദ്ദേഹം ജിഹാദിനു വേണ്ടി അത്യധികമായി ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചയിൽ നിന്നും വേറെ ചില വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ജിഹാദി എന്ന് സംബോധന ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഞാനിത് ക്ലിയർ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോൾ പല മുസ്ലിം സുഹൃത്തുക്കളും കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട്. അലിയാർ മുസ്ലിയാരെ അനിൽ എന്തായാലും ജിഹാദി എന്നൊന്നും വിളിച്ചത് ശരിയായില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ്. അപ്പോൾ ഈ വിളിയിൽ ഒരു ശരികേടുമില്ല എന്ന് ആ ചിന്താഗതിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാനിത് വിശദീകരിച്ചത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അലിയാർ ജിഹാദിയെ പോലെയുള്ള ഇസ്ലാം പണ്ഡിതർ എങ്ങനെയാണ് സ്വന്തം മതത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുന്നത്, എങ്ങനെയാണ് ചരിത്ര വസ്തുതകളെ അവർ നിഷേധിക്കുന്നത്, എങ്ങനെയാണ് തങ്ങൾക്ക് ആവശ്യമുള്ള ചരിത്രം അവർ നിർമ്മിച്ചെടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിന് നാം ഈ വീഡിയോയിലും തുടർന്നുള്ള വീഡിയോകളിലും ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം പരിശോധിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം അലിയാർ ജിഹാദിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടു നോക്കാം. അങ്ങയോടുള്ള ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ആരാണ് കാഫിർ? അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കാഫർ ആരെന്ന് ചർച്ച ചെയ്യാനല്ല ഞാൻ പറയും, തീർച്ചയായും പറയും. ഇവിടെ യഥാർത്ഥത്തില് തീവ്രവാദം ഏത് മതത്തിന്റേതെങ്കിലും ഇവിടെ ചർച്ച ചെയ്തപ്പോ അവസാനം വന്ന് അവസാനം തീവ്രവാദം എന്ന വർത്താനം അവസാനം മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം മാറുന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഇവിടെ തീവ്രവാദം വരുത്തിക്കുന്നു വരുമ്പോഴത്തേനും മറ്റു മതങ്ങളിലേക്ക് ചേരുന്നുമില്ല. ക്രൈസ്തവ സമൂഹത്തിലെ ജയശങ്കർ സാർ പറയുകയുണ്ടായി, ക്രൈസ്തവ സമൂഹത്തിലാണ് ഇപ്പൊ സംഘടിത തീവ്രവാദം ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാമെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ തീവ്രവാദത്തിന്റെ ഞാൻ ക്രൈസ്തവ സമുദായത്തിൽ
രാജ്യത്തെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ പോലും ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ ക്ഷമാപണം നടത്തേണ്ട ഒരു മതം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഇൻഡോ പാക് പ്രശ്നത്തിൻ്റെതടക്കം നമുക്കിടയിൽ ഒരു രാജ്യമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ആവശ്യപ്പെട്ടത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ 1947 അർദ്ധരാത്രിയിൽ തന്നെ നമുക്ക് നൽകിയത് ബ്രിട്ടീഷുകാർ 2 രാജ്യമാണ്. അവർ ക്രിസ്ത്യാനികളാണ്, പക്ഷെ അവർ ബ്രിട്ടീഷ് എന്നേ പറയുള്ളൂ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയില്ല. കാരണം ആഗോള മേധാവിത്വം അവർക്കാണ്. നമ്മൾ 2 രാജ്യം ആരും ചോദിച്ചില്ല, അവിടെ പട്ടേലും ചോദിച്ചില്ല, ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരും ചോദിച്ചില്ല. കൊടുത്തത് 2 രാജ്യമാണ്. കാരണം ഒരു കാലത്തും അവസാനിക്കാത്ത ഒരു ഭിന്നത, ഡിവൈഡ് ആൻഡ് റൂളാണ് അവരുടെ ഭരണനയം എന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ആ നയമെന്ന് വിശദീകരിച്ചും കൂടെ കൊടുക്കണം. അപ്പൊ ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ അവസാനിക്കും, നമ്മുടെ തെറ്റിദ്ധാരണ നീങ്ങിക്കിട്ടും. അവരന്നേ ആരംഭിച്ച പരിപാടിയാണ് നമുക്കിടയിലുള്ള ഈ ഭിന്നിപ്പെന്ന് നിലനിൽക്കണമെന്ന്. അത് പരിഹരിക്കപ്പെടരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അരി എത്ര എന്ന് ചോദിച്ചാൽ ചില്ലി ചിക്കൻ 4 പ്ലേറ്റ് എന്ന് പറയുന്നവരാണ് ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും തന്നെ. അപ്പോൾ പിന്നെ ഇദ്ദേഹം മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനായില്ലല്ലോ. ആരാണ് കാഫിർ എന്ന ചോദ്യത്തിന് അലിയാർ ജിഹാദി നൽകിയ മറുപടി അതുപോലെയുള്ള ഒന്നാണ്. ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞു തുടങ്ങിയിട്ട് പലസ്തീൻ വഴി ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ കറങ്ങിയിട്ടാണ് അദ്ദേഹം ഉത്തരേന്ത്യയിലേക്കും പിന്നെ കേരളത്തിലേക്കൊക്കെ വരുന്നത്. ഈ ക്ലിപ്പ് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്, ഇനിയും ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം, ഇദ്ദേഹം ഈ പറയുന്ന മറുപടിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് 6 പോയിന്റുകളാണ്. ഓരോന്ന് നമുക്ക് നോക്കാം. 1, തീവ്രവാദം എന്ന വർത്തമാനം മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം മാറുന്നു. ഈ ലോകത്തുള്ള മുഴുവൻ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പേരിൽ ക്ഷമാപണം നടത്തേണ്ടുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ക്രിസ്തു മതമാണ്, അദ്ദേഹം പറഞ്ഞ 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, ഇന്ത്യ രാജ്യത്തിൽ ഇന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഇന്തോ പാക് പ്രശ്നത്തിൻ്റെ അടക്കം എല്ലാത്തിനും കാരണം ക്രിസ്ത്യാനികളാണ്. 4ാമത്തെ പോയിന്റ്, പട്ടേലും മുസ്ലിം നേതാക്കന്മാരും അടക്കം ആരും 2 രാജ്യം ചോദിച്ചില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്വാതന്ത്ര്യത്തിന് ആവശ്യപ്പെട്ടത് 1 രാജ്യമാണ്, പക്ഷെ ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ 2 രാജ്യമാണ് നൽകിയത്. 5ാമത്തെ പോയിന്റ്, ഒരു കാലത്തും അവസാനിക്കാത്ത ഭിന്നത അഥവാ ഡിവൈഡ് ആൻഡ് റൂൾ ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. 6ാമത്തെ പോയിന്റ്, ആ ഭിന്നത എന്നും നിലനിൽക്കണം, അത് പരിഹരിക്കപ്പെടരുതെന്ന് ക്രിസ്ത്യാനികൾക്ക് ഇന്നും നിർബന്ധമുണ്ട്. ഇത്രയുമാണ് ഇപ്പോൾ നമ്മൾ കേട്ട ക്ലിപ്പിൽ അലിയാർ ജിഹാദി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി അവസാനിച്ചിട്ടില്ല, നേരത്തെ പറഞ്ഞല്ലോ, അത് തുടരുന്നുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അത് പരിശോധിക്കാം. ഇതിലെ 2ാമത്തെ പോയിന്റ് ബഹുമാനപ്പെട്ട ജെറി തോമസ് ബ്രദർ വിശദമായി തന്നെ ഒരു വീഡിയോയിൽ കീറി മുറിച്ച് പരിശോധിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് കാണണം. ഞാൻ ശ്രീ അലിയാരിനെ ജിഹാദി എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് തോന്നൽ ആരുടെയെങ്കിലും ഉള്ളിൽ ഇനിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ വീഡിയോകൾ കണ്ടാൽ മതി, അത് പെട്ടെന്ന് മാറിക്കോളും, ആ വിചാരം അങ്ങ് മാറിക്കോളും. നല്ല ലക്ഷണമൊത്തൊരു ജിഹാദി ശ്രീ അലിയാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാനത് കാണണമെന്ന് പറയുന്നത്. അപ്പോൾ ആ 2ാമത്തെ പോയിന്റ് ഒഴികെയുള്ള ബാക്കി 5 പോയിന്റുകൾക്കാണ് ഞാൻ മറുപടി പറയാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുന്നത്. അതിൽ 1ാമത്തെ പോയിന്റിനാണ് ഈ വീഡിയോയിൽ മറുപടി പറയുന്നത്. മറ്റു പോയിന്റുകൾക്ക് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ നോക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ 1ാമത്തെ പോയിന്റ്, തീവ്രവാദം എന്ന വർത്തമാനം മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം മാറുന്നു എന്നുള്ളതാണല്ലോ. അതാണല്ലോ അലിയാർ ജിഹാദിയുടെ പരാതി. അപ്പോൾ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. തൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഏക കാരണത്താൽ ലോകത്ത് അന്യമതസ്ഥരെ കൊല്ലുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വ്യത്യസ്ത മതക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങൾ പലയിടത്തും ഉണ്ടായെന്ന് വരാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വർഗീയ കലാപങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതിപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും മതക്കാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷെ ആ കലാപകാരികൾ ഒരിക്കലും അപ്പുറത്തുള്ളവനെ പിടിച്ച് തൻ്റെ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയല്ല കലാപം നടത്തുന്നത്. ചിലപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള നിസ്സാരമായ തർക്കം ഏറ്റുപിടിച്ച് കലാപത്തിലേക്ക് എത്തുന്നതായിരിക്കും. മാത്രമല്ല അതൊരു ലോക്കൽ ലെവലിൽ മാത്രം ഒതുങ്ങുന്നതുമായിരിക്കും. ആ ലൊക്കാലിറ്റിക്ക് പുറത്ത് ആ കലാപത്തിൻ്റെ അലയൊലി ഉണ്ടാകണമെന്നുമില്ല. സാധാരണ നമ്മൾ പലയിടത്തും നമ്മൾ കേൾക്കുന്നതാണ്, ചെറിയ ആ പ്രദേശത്ത് എന്തെങ്കിലും 2 മതക്കാർ തമ്മിൽ അടികൂടി, അതൊക്കെ അതിൻ്റെ പുറത്ത് അതേ ഇവിടെ അടികൂടുന്ന ഈ മതത്തിൻ്റെ ആൾക്കാർ, പുറമേ ഉള്ള ആൾക്കാരൊക്കെ ഒരു പ്രശ്നമില്ല, അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും പഴയ പോലെ സൗഹൃദത്തോടൊക്കെ അവിടെ ജീവിക്കുന്നുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് മതം മാറ്റാൻ വേണ്ടി നടത്തുന്നതൊന്നുമല്ല, അങ്ങനെയുള്ള ജിഹാദൊന്നും അല്ല അവരാ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ വരുന്ന അടിയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല. അതിൻ്റെ പ്രമാണങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മതം മുഴുവനും അള്ളാഹുവിൻ്റെ ആകുന്നത് വരെ നിങ്ങൾ അവിശ്വാസികളോട് യുദ്ധം ചെയ്യണമെന്ന്. സാമ്പിൾ 2 ഖുർആൻ വചനങ്ങൾ ഞാൻ തരാം.
മർദ്ദനം ഇല്ലാതെയാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമങ്ങൾക്കെതിരിലല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. സൂറ 2:193. അപ്പം മതം മുഴുവനും അള്ളാഹുവിൻ്റെ ആകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഇനി അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ, ഇത് കേൾക്കുമ്പോൾ തോന്നും ഇവരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന ആൾക്കാരെയാണ്, അത് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പുറമേ ഉള്ളവർ വന്ന് ഇവരെ ഡിഫെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അവർ ആക്രമണം നടത്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അതൊന്നുമല്ല സംഭവം. ഇവിടെ ഇത് അങ്ങോട്ട് പോയി ആക്രമിച്ചതാണ്. മുസ്ലിം സൈന്യം അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജസിയ തന്ന് കപ്പം തന്ന് നിങ്ങൾക്ക് കീഴടങ്ങിയിരുന്നോളാമെന്ന് പറഞ്ഞു അവിടെയുള്ള ആൾക്കാർ. അപ്പോൾ പ്രശ്നമൊന്നുമില്ലാതെ തിരിഞ്ഞു പോകുന്നു. അതായത് ഇവരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന് ഇവർ ഡിഫെൻഡ് ചെയ്തതല്ല, അങ്ങോട്ടേക്ക് പോയിട്ട് ആക്രമിച്ചതാണ്. അതും 1000 ചില്ലാൻ കിലോമീറ്ററോളം ഉണ്ട്. അത്ര ദൂരെ പോയിട്ടാണ് ആക്രമിച്ചത്. അപ്പോൾ അതാണിത്. അവിടെ അത്ര 1000 ചില്ലാൻ കിലോമീറ്ററോളം ദൂരം പോയത് എന്തുകൊണ്ടാണ്? മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകണം, അതുവരേക്ക് യുദ്ധം ചെയ്യണം എന്നുള്ള കൽപ്പന ഉള്ളതുകൊണ്ടാണ്. ഇനി വീണ്ടും അടുത്തൊരായത്തോട് ഞാൻ വായിക്കാം. കുഴപ്പമില്ലാതെയാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ്. സൂറ 8:39. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഇതാണ് ഖുർആനിൽ മുസ്ലിങ്ങളോടുള്ള കൽപ്പന. ഇനി നമ്മൾ ഹദീസുകളിലേക്ക് വന്നാലും ഇതേ കൽപ്പന തന്നെ മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ഹദീസ് വായിക്കാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. പിന്നീട് അതിൻ്റെ, അതായത് വിശ്വാസത്തിൻ്റെ അവകാശം മാത്രമേ, എന്ന് വെച്ചാൽ സക്കാത്ത്, അതുമാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ. അവരുടെ രഹസ്യ കാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ മേലാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 34. അതായത് അള്ളാഹുവിലും മുഹമ്മദിലും ഖുർആനിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നതുവരെ, അഥവാ മുസ്ലിങ്ങളാകുന്നതുവരെ അന്യമതസ്ഥരോട് യുദ്ധം ചെയ്യാനാണ് മുഹമ്മദിന് കൽപ്പന കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിലുള്ള ആളുകൾ അവരൊന്നടങ്കം ഇസ്ലാമിലേക്ക് വരുന്നില്ല, അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അള്ളാഹുവിലും മുഹമ്മദിലും മുഹമ്മദ് കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം. എന്നിട്ട് അവരെ കൊല്ലാം, അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കാം, ധനം മുഴുവനും പിടിച്ചെടുക്കാം. അതാണ് മുഹമ്മദ് പറഞ്ഞ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് അവർ സംരക്ഷിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വസിച്ചില്ലെങ്കിൽ ആക്രമിക്കും, അതെല്ലാം പിടിച്ചെടുക്കും. അപ്പോൾ ഈ കൽപ്പന ഒരു കാലത്ത് ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം, അതായത് 100% മുസ്ലിംസും അക്ഷരം പ്രതി അനുസരിച്ച് പോന്നിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പ്രബല ഇസ്ലാമിക ചരിത്രകാരനായ മുഹമ്മദ് ബിൻ ജരീർ അൽ തബരി എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി, ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫറ്റ് എന്ന 9ാമത്തെ വോളിയം 69ാമത്തെ പേജിൽ സ്വഹാബികളുടെ അവകാശവാദം തബരി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം. വംശപരമ്പരയിൽ അറബികൾ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്, ഏറ്റവും പ്രമുഖരും പ്രവൃത്തികളിൽ ഏറ്റവും മികച്ചവരുമാണ്. പ്രവാചകൻ്റെ വിളിയോട് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ അല്ലാഹുവിൻ്റെ സഹായികളും അവൻ്റെ റസൂലിൻ്റെ വസീറുകളുമാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവൻ തൻ്റെ ജീവനും സ്വത്തും ഞങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. ഒരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും. അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണ്. ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി വോളിയം 9, ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്, പേജ് 69. ഇപ്പോൾ ഖുർആനും മുഹമ്മദും കൽപ്പിച്ച കാര്യമാണ് അവർ പ്രാക്ടിക്കലാക്കിയത്, അന്നത്തെ സ്വഹാബിമാർ പ്രാക്ടിക്കലാക്കിയത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനോട് ഞങ്ങൾ യുദ്ധം ചെയ്യും, അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണെന്ന്. ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞ ആദ്യത്തെ 3-4 നൂറ്റാണ്ടുകളിൽ ഇസ്ലാം മതം പ്രചരിക്കാൻ വേണ്ടി മാത്രം നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തം മുസ്ലിങ്ങൾ ഒഴുക്കിയിട്ടുണ്ട്. അത് ചരിത്ര വസ്തുതയാണ്. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ലോകം പരിഷ്കൃതമായി. ഒരുത്തൻ്റെ കഴുത്തിൽ കത്തിവെച്ച് ജീവൻ വേണമെങ്കിൽ എൻ്റെ മതം സ്വീകരിച്ചോ എന്ന് പറഞ്ഞ ഒരാളെ ബലമായി മതത്തിൽ ചേർക്കുന്നത് നികൃഷ്ടമായി ആളുകൾ പരിഗണിക്കാൻ തുടങ്ങി. അതോടെ മുസ്ലിങ്ങൾ അടവു നയം പുറത്തെടുത്തു. ലോകം പരിഷ്കൃതമായി മുന്നോട്ട് പോയതോടുകൂടി ഈ ഗോത്രകാല നിയമങ്ങൾ
പിന്നെ ഇന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പരിഹസിക്കും. എന്നിട്ടും എടുക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും നൈജീരിയയിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്, പലയിടത്തും കാണുന്നുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ ഒരു പരിഷ്കൃത സമൂഹത്തിനകത്ത് ഈ മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇത് പ്രശ്നം ഉണ്ടാക്കും. നാണക്കേട് മാത്രമല്ല, ആ മുസ്ലിങ്ങളെല്ലാം കൂട്ടം ചേർന്നിട്ട് അടിച്ചോടിപ്പിക്കും എന്നുള്ള കാര്യവും മുസ്ലിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അടവ് നയം പുറത്തെടുത്തത്. 100% മുസ്ലിങ്ങളും ജിഹാദിന് ഇറങ്ങുന്നത് നിർത്തി. ഇപ്പോൾ ഒരു കാലത്ത് അതുണ്ടായിരുന്നു. മുഹമ്മദ് തന്നെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ 50-50 എന്നാണ്. അതായത് ഒരു ഗ്രാമത്തിനകത്തുള്ള പകുതി പേര് ജിഹാദിന് വന്നോ, ബാക്കി പകുതി പേര് അവിടെ ഇരുന്നോ എന്നൊക്കെയാണ് മുഹമ്മദ് പറഞ്ഞത്. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല. ഈ യുദ്ധമുതൽ കിട്ടാൻ വേണ്ടി ഒരു പ്രദേശത്തെ ആക്രമിച്ച് അവിടുന്ന് കൊള്ളയടിച്ച് വരുമ്പോൾ ആ കൊള്ള മുതലിൽ പങ്കുപറ്റാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതിഫലം വേറെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും അങ്ങ് ഇറങ്ങിപ്പോരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇനി 50 പേരെ വന്നുള്ളൂ എങ്കിലും അടുത്ത ജിഹാദിന് പോകുമ്പോൾ ഈ പോയ 50 പേര് അവിടെ ഇരുന്നിട്ട് മറ്റേ 50 പേരാണ് വരുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട്, അതായത് 100% മുസ്ലിങ്ങളും ഇതൊക്കെ അനുസരിച്ച് നടന്ന കാലമായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിർത്തി. ഇപ്പോൾ ഓരോരുത്തരുടെയും ചുമതലകൾ വ്യത്യസ്തമായി വിഭജിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ ഈ മതം മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം ക്ലിക്കാവും. ഫുട്ബോൾ എന്ന കളി നമുക്ക് വളരെ പരിചിതമാണ്. ഒരു ടീമിനകത്ത് 11 പേരുണ്ടാകും. ഈ 11 പേരും ഗോളടിക്കാൻ പോകില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുട്ബോൾ ടീമിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഗോളി അടക്കം 11 പേരും പോയിട്ട് ഗോളടിക്കാൻ നോക്കുന്നത്? അതില്ല. അങ്ങനെ പോയാൽ എപ്പോൾ തോറ്റ് തുന്നം പാടിയെന്ന് ചോദിച്ചാൽ മതി. ആ ടീം പിന്നെ പോയി, അത് ഒരിക്കലും ഇല്ലാതെ. അപ്പോൾ ഗോളടിക്കാൻ ചിലപ്പോൾ ഒരാളെ കാണുള്ളൂ, ഒറ്റ സ്ട്രൈക്കറേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 പേര്, ചിലരൊക്കെ 3 സ്ട്രൈക്കർമാരൊക്കെ ഉണ്ട്. എന്നാൽ 1-2 പേരാണ് സാധാരണഗതിയിലുള്ളത്. പക്ഷേ ഈ 2 പേര് ഗോളടിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, മൊത്തം ടീമിന് വേണ്ടിയാണ്. ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്താണ് കളിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടി, ഒരു ക്ലബിനെ പ്രതിനിധാനം ചെയ്താണ് കളിക്കുന്നതെങ്കിൽ ആ ക്ലബിന് വേണ്ടിയിട്ടാണ് ഇവർ ഗോളടിക്കുന്നത്. അല്ലാതെ അവർക്ക് വ്യക്തിപരമായിട്ടല്ല അവരത് ചെയ്യുന്നത്. ഈ ഗോളടിക്കാൻ ഈ 2 പേരേ ഉള്ളുവെങ്കിലും ഈ 2 പേർക്ക് ഗോളടിക്കാൻ വേണ്ടി പന്ത് എത്തിച്ചു കൊടുക്കാൻ പുറകിൽ ആൾക്കാരുണ്ട്, മധ്യനിരയുണ്ട്. അവിടെ നിന്നാണ് പന്ത് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെയും പുറകിൽ ഈ എതിർ ടീമിൻ്റെ പ്രത്യാക്രമണം വരുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി ഡിഫൻഡർമാരുണ്ട്. സ്വന്തം ഗോളിലേക്ക് ഗോൾ വീഴരുതല്ലോ, സ്വന്തം പോസ്റ്റിലേക്ക് ഗോൾ വീഴരുതല്ലോ. അതുകൊണ്ട് പ്രതിരോധിക്കാൻ ആൾക്കാരുണ്ട്. ഇനി അവർക്കും പ്രതിരോധിക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ പുറകിൽ അത് തടയാൻ വേണ്ടി ഗോളിയും ഉണ്ട്. അത്രയും ഇതായിട്ട് നിൽക്കുകയാണ്. ഇനി കളിക്കളത്തിന് പുറത്ത് നോക്കിക്കഴിഞ്ഞാലോ, കളി മെനയുന്ന കോച്ചുണ്ട്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ, ഇപ്പോൾ വീണും കുട്ടിമുട്ടി അപകടം പറ്റി എന്നൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ, ഹെൽപ്പർമാർ, ഫിസിയോ, അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇതിനൊക്കെ സ്പോൺസർ ചെയ്യാൻ സ്പോൺസർമാരുണ്ട്. ഇങ്ങനെ കുറേ ഇതുണ്ട്. ഇത്രയും ഇതിലാണ് ഒരു ടീം കളിക്കളത്തിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ ചുമതലയാണ്. അത് നിറവേറ്റിയാൽ മതി ഒരു ടീം ജയിക്കും. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ അവരവർ നിറവേറ്റിയാൽ മതി. എക്സാക്റ്റ് ഇത് തന്നെയാണ് പരിഷ്കൃത ലോകത്ത് മുസ്ലിങ്ങൾ പുറത്തെടുക്കുന്ന പുതിയ തന്ത്രം എന്ന് പറയുന്നത്. സ്ട്രൈക്കർമാർ 1-2 പേര് മാത്രം ഉള്ളതുപോലെയാണ് അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് നടത്താൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ സ്ട്രൈക്കർമാർക്ക് പന്തെത്തിച്ചു കൊടുക്കാൻ മധ്യനിര പുറയിലുള്ളതുപോലെ ഈ കുറച്ച് ജിഹാദികൾക്ക് ജിഹാദ് നടത്താൻ വേണ്ടുന്ന എല്ലാ സഹായവും സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് മറ്റ് മുസ്ലിങ്ങളാണ്. ജിഹാദ് നടത്താൻ വേണ്ടി ഒരുത്തൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവന് തോക്ക് വാങ്ങാൻ കാശുണ്ടാവില്ല, ബോംബ് വാങ്ങാൻ കാശുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണോ അത് ചെയ്യാനുള്ളതൊന്നും ഉണ്ടാവുകയല്ല. പക്ഷെ അവന് വേണ്ടുന്ന എല്ലാ ആയുധങ്ങളും അതെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് മറ്റാളുകളാണ്, മറ്റ് മുസ്ലിങ്ങളാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ജിഹാദിൽ പങ്കാളികളായി കഴിഞ്ഞു. നമുക്ക് ജിഹാദി എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പം ഇവിടെ നമ്മുടെ ഈ അടുത്താണല്ലോ കാസർഗോഡ് നിന്ന് ഒരു ഡോക്ടർ പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിച്ച് ജിഹാദിയായത്. അപ്പോൾ അയാൾ അങ്ങനെ ചെയ്തെന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അയാളുടെ പുറകിൽ വേറെ എത്രയോ ആളുകളുണ്ട്. ഇന്ത്യൻ പട്ടാളം യുദ്ധം ചെയ്യുമ്പോൾ ഒരു വെടിയുണ്ട നമ്മുടെ പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ 100 കണക്കിന് പേരുടെ അധ്വാനമുണ്ട്. ആ ഒരു വെടിയുണ്ട അവിടെ എത്താൻ ധാരാളം ആളുകളുടെ പ്രവർത്തനമുണ്ട് പുറകിൽ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു ജിഹാദി വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനൊരു വെടി വയ്ക്കുമ്പോൾ, അവനൊരു ബോംബ് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ധാരാളം ആൾക്കാരുണ്ട്. ഇവരൊന്നും നമ്മൾ കാണുകയില്ല. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർക്ക് ജിഹാദിൽ പങ്കെടുത്തതിനുള്ള കൂലി അള്ളാഹു കൊടുക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. കാരണം മുഹമ്മദ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് അതാണ്
പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചില ഹദീസുകൾ അതിന് അവിടെയുള്ള ബന്ധത്തിലൊന്ന് നോക്കാം. സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1628 മുതൽ 1631 വരെയുള്ള 4 ഹദീസുകളിലും ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. പല വ്യക്തികളിൽ നിന്ന് ആ ഒറ്റ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ മലയാള പരിഭാഷയിൽ അതൊരു ഒറ്റ ഹദീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ഹദീസ് വായിക്കാം. സെയ്ദ് ഇബ്നു ഖാലിദുൽ ജുഹനിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ ആരെങ്കിലും ഒരുക്കി അയച്ചാൽ അവൻ യുദ്ധം ചെയ്തു. ഒരു യോദ്ധാവിൻ്റെ അഭാവത്തിൽ ആരെങ്കിലും കുടുംബകാരി ശ്രദ്ധിച്ചാൽ അവൻ യുദ്ധം ചെയ്തു. കുടുംബകാരി എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബകാരി അല്ല കേട്ടോ. ഈ ജിഹാദിന് വേണ്ടി പോയ ജിഹാദി ഉണ്ടല്ലോ, അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അപ്പോഴവനും ഈ ജിഹാദിൽ പങ്കെടുത്തതിന് തുല്യമാണ്. അപ്പോൾ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുമുണ്ട്. ഞാൻ ആ ഇതും കൂടി ഒന്ന് വായിക്കാം. സയ്യിദ് ഇബ്നു ഖാലിദ് ജുഹനി നിവേദനം. നബി പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ സജ്ജമാക്കിയാൽ അവൻ യുദ്ധം ചെയ്തു. ആരെങ്കിലും അവൻ്റെ കുടുംബത്തിന് നല്ലത് പകരം നൽകിയാൽ അവനും യുദ്ധം ചെയ്തു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 135 136. ഇനി 138ാമത്തെ ഹദീസും ഇത് തന്നെയാണ് പറയുന്നത്. അതും ഞാൻ വായിക്കാം. അബൂ സയ്യിദുൽ ഖുദ്രി നിവേദനം. നബി ബനു ലിഹ്യാൻ ഗോത്രത്തോട് 2 ആളുകളിൽ ഒരാൾ വീതം പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് യുദ്ധത്തിന് പുറപ്പെടാതിരിക്കുന്നവനോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുന്നവന്റെ കുടുംബത്തിലും സമ്പത്തിലും നന്മ ചെയ്യുകയാണെങ്കിൽ അവന് യുദ്ധത്തിന് പുറപ്പെട്ടവന്റെ പ്രതിഫലത്തിന്റെ പകുതിക്ക് തുല്യമായതുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 138. തീർന്നില്ല. ഇനി സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1625 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. ഗുറൈം ഇബ്നു ഫാത്തിഖിൽ നിന്ന് നബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും വല്ലതും ചിലവഴിച്ചാൽ അവൻ്റെ പേരിൽ അതിൻ്റെ 700 ഇരട്ടി എഴുതപ്പെടും. അതായത് ജിഹാദിന് പോകുന്നവന് വേണ്ടി 1,00,000 രൂപ ചിലവാക്കിയാൽ അള്ളാഹുവിൻ്റെ കണക്ക് ബുക്കിൽ 1,00,000 രൂപ കൊടുത്തതായിട്ടല്ല 7 കോടി രൂപ കൊടുത്തതായിട്ടാണ് എഴുതി വയ്ക്കുക. അതനുസരിച്ചുള്ള സുഖസൗകര്യങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവന് കൊടുക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. നാം മുൻപൊരു ഹദീസ് കണ്ടല്ലോ, ആരെങ്കിലും ജിഹാദ് ചെയ്യാതെയും ജിഹാദിനെക്കുറിച്ച് മനസ്സ് മന്ത്രിക്കാതെയും മരണപ്പെട്ടാൽ അവൻ കാപഠ്യത്തിൻ്റെ ശാഖയിലാണ് മരണപ്പെടുന്നതെന്ന് മുഹമ്മദ് പറഞ്ഞതായ ഹദീസ്. നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായി മതേതരത്വവാദികളായി ജീവിക്കുന്ന പല മുസ്ലിങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ കപടവിശ്വാസി എന്ന ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടി ജിഹാദിൽ പങ്കെടുത്തതിൻ്റെ അടയാളം വഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഇപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ട ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അവർ നേരിട്ട് ജിഹാദിൽ പങ്കെടുക്കില്ല, അതവർ ചെയ്യില്ല. പകരം ജിഹാദിൽ പങ്കെടുക്കുന്നവനും അവൻ്റെ കുടുംബത്തിനും വേണ്ട സകല സഹായവും ചെയ്തു കൊടുക്കും. അമുസ്ലിങ്ങൾക്ക് ഇവരെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടാകില്ല. മതേതരത്വവാദികളാണ് ഇവരൊക്കെ എന്ന് കരുതി സമൂഹം ഇവരെ വളരെ ആദരവോടെ കാണും. എങ്കിലും നിലാവ് കാണുമ്പോൾ നീലക്കുറുക്കം കൂവുന്നത് പോലെ ചില പ്രത്യേക സമയത്ത് ഇവർ കൂവാറുണ്ട്. മതേതരത്വവാദികളെന്ന് പൊതുജനം വിചാരിച്ചിരുന്ന പാണക്കാട്ട് കുടുംബത്തിൽപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ ഈയടുത്ത് അങ്ങനെയൊന്ന് കൂവിയത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഞാൻ വേറൊരു ഹദീസ് വായിക്കാം. ഉഖ്ബത്തുബ്നു ആമീറുൽ ജുഹനിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ഒരേ അമ്പുകൊണ്ട് 3 ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നല്ല പ്രതിഫലം മോഹിച്ചുകൊണ്ട് അതുണ്ടാക്കിയവൻ, അതെറിഞ്ഞവൻ, അതിന് സഹായിച്ചവൻ. തിരുമേനി പറഞ്ഞു, നിങ്ങൾ അമ്പെറിയുകയും വാഹനമേറ്റുകയും ചെയ്തു കൊള്ളുക. എന്നാൽ അമ്പെറിയുന്നതാണ് വാഹനമേറ്റുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഒരു മുസ്ലിമിൻ്റെ വിനോദങ്ങളൊക്കെ നിഷ്ഫലമാണ്. വില്ലുകുലച്ച് അമ്പെറിയുന്നതും തൻ്റെ കുതിരയെ പരിശീലിപ്പിക്കുന്നതും തൻ്റെ വീട്ടുകാരിയുമായി സല്ലപിക്കുന്നതും ഒഴികെ അതൊക്കെ സഫലമാണ്. സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1637. ഒരേ അമ്പുകൊണ്ട് 3 ആളുകൾക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ജിഹാദിന് വേണ്ടിയുള്ളതാണ് എന്നറിഞ്ഞ് ആ അമ്പ് ഉണ്ടാക്കിയ ആൾക്കും അള്ളാഹുവിൻ്റെ ശത്രുവിനെതിരെ ആ അമ്പ് എയ്ത ആൾക്കും അമ്പെയ്യാൻ സഹായിച്ച ആൾക്കും പ്രതിഫലമുണ്ട്. അമ്പൊക്കെ മുഹമ്മദിൻ്റെ കാലത്താണ് കേട്ടോ. എന്നിപ്പോൾ അമ്പൊന്നല്ലല്ലോ, തോക്കും ബോംബും മിസൈലും ഒക്കെ ആണല്ലോ ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ജിഹാദിനു വേണ്ടി തോക്കും ബോംബും മിസൈലും ഉണ്ടാക്കുന്നവനും കാഫിറുകൾക്ക് നേരെ അത് ഉപയോഗിക്കുന്നവനും പിന്നെ അവനത് വാങ്ങിക്കൊടുക്കുന്നവനും അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന്
നമ്മുടെ നാട്ടിൽ ആദരിക്കപ്പെടുന്ന മതഭ്രാന്തൊന്നും ഇല്ലാത്ത വർഗീയവാദികളല്ലാത്ത ആളുകളെന്ന് നമ്മൾ ചിന്തിക്കുന്ന ധനാഢ്യരായ പല മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് കൊണ്ടാണ് കയ്യിൽ കാശിന് വകയില്ലാത്തവൻ പോലും ജിഹാദിനിറങ്ങിയാൽ അവന് തോക്കും ബോംബും ഒക്കെ കിട്ടുന്നത്. അവർക്ക് ആ ആയുധങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സമ്പന്നരായ മുസ്ലിങ്ങളാണ്. അവരത് ചെയ്യാൻ കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു തന്നെ മുനാഫിക്ക് അഥവാ കപടവിശ്വാസി എന്ന് വിളിക്കരുത് എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ വിളിക്കാനിടയാകരുതേ എന്നുള്ളത് കൊണ്ടാണ്. ഈ ഹദീസിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? മുസ്ലിം കുട്ടികളുടെ വിനോദം പോലും ജിഹാദുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കുട്ടിക്കാലത്ത് മുസ്ലിം കുട്ടികൾക്ക് വിനോദിക്കാൻ 2 കാര്യങ്ങളെ മുഹമ്മദ് അനുവദിക്കുന്നുള്ളൂ: വില്ലു കുലച്ച് അമ്പെറിയുന്നതും തൻ്റെ കുതിരയെ പരിശീലിപ്പിക്കുന്നതും. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന വിനോദം അത് മുതിർന്നതിന് ശേഷമുള്ളതാണ്, കുട്ടിക്കാലത്തുള്ളതല്ല. സുനാനു തിർമിദി, ഇതാണ് സുനാനു തിർമിദി. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസാണ്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസാധക സ്ഥാപനം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ഹദീസിന് പ്രസാധകരായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം, ആ അടിക്കുറിപ്പ് വായിക്കാം. അക്കാലത്തെ ഏറ്റവും പരിഷ്കരിച്ച സമരമുറയായിരുന്നു അമ്പെയ്ത്ത്. കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഇരുന്നത് അടരാടുന്നതായിരുന്നു സ്വഹാബികൾക്ക് കൂടുതൽ പരിചിതം. അതിനാൽ അമ്പെയ്ത്ത് പഠിക്കാനുള്ള പ്രോത്സാഹനമാണ് ഈ വചനത്തിൽ കാണുന്നത്. ഓരോ കാലഘട്ടത്തിലെയും മുസ്ലിം സമൂഹം ഏറ്റവും നൂതനമായ ആയുധങ്ങൾ പരിശീലിക്കണമെന്നാണ് ഇതിൻ്റെ വിവക്ഷ. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഹിന്ദുക്കൾ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ പരിശീലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ പുസ്തകം ഇറക്കിയാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ പരിശീലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ പുസ്തകം ഇറക്കിയാൽ എന്തായിരിക്കും ഇവിടെ പുകിലെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണത്. പക്ഷെ മുസ്ലിങ്ങളത് പറയും, ഇവിടെ ഒരു പുകിലും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രം ഇങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം അവരുടെ ഉള്ളിൽ ഈ ഒരു ചിന്തയുണ്ട്, അള്ളാഹുവിന് വേണ്ടി, മതം അള്ളാഹുവിൻ്റെ ആകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് കൽപ്പനയുണ്ട്. അപ്പോൾ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെടുകയും ഖലീഫ ഓർഡർ ഇടുകയും ചെയ്താൽ അതത് പ്രദേശത്തുള്ള മുസ്ലിങ്ങൾക്ക് ജിഹാദ് നടത്തേണ്ടതാണ്. അപ്പോൾ ഖലീഫ ഉണ്ടായി കഴിഞ്ഞ് ഓർഡർ ഇട്ടതിന് ശേഷം പോയി പിന്നെ പരിശീലനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ, സമയം കുറേ പോവുകയല്ലേ. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ എന്ത് ചെയ്യാണ്, ഈ ആയുധ പരിശീലനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം കുഞ്ഞുങ്ങളെ. എപ്പോൾ വേണമെങ്കിലും ജിഹാദിന് റെഡിയായിട്ട് നിർത്തുക. ചിലപ്പോൾ അവരുടെ തലമുറയിൽ നടന്നില്ല എന്ന് വരും, ശരി പോട്ടെ, എന്നാൽ അടുത്ത തലമുറയിൽ, ഓരോ തലമുറയിലും ഇങ്ങനെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ജിഹാദിന് വേണ്ടി റെഡിയായിട്ട് നിർത്തണമെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. അത് ഇവർക്കറിയാം, ഇതിൻ്റെ പ്രസാധകർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഏതൊരു കാലഘട്ടത്തിലായാലും മുസ്ലിങ്ങൾ ആധുനികമായ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാൻ അത് പരിശീലനം നേടണം, ആയുധ പരിശീലനം നേടണമെന്ന് അവർ പറഞ്ഞതിൻ്റെ സാരം അതാണ്. വേറെ ഏതെങ്കിലും മതക്കാർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് പറയേണ്ടി വരുന്നുണ്ടോ? ഹിന്ദുക്കൾക്ക് പറയേണ്ടി വരുന്നുണ്ടോ? സിഖുകാർക്ക് പറയേണ്ടി വരുന്നുണ്ടോ? ബുദ്ധമതക്കാർക്ക് പറയേണ്ടി വരുന്നുണ്ടോ? പാർസികൾക്ക് പറയേണ്ടി വരുന്നുണ്ടോ? ലോകത്തിൽ എത്രയോ ആയിരക്കണക്കിന് മതങ്ങളുണ്ടല്ലോ. എല്ലാ മതങ്ങളെയും എടുക്കുക നിങ്ങൾ, ഇസ്ലാം ഒഴികെ വേറെ ഏതെങ്കിലും ഒരു മതത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിനത് പറയുന്നു, നിങ്ങൾ ഓരോരോ കാലഘട്ടത്തിലും ആയുധ പരിശീലനം നടത്തണമെന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ഹദീസുകളും ആയത്തുകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അവർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ തീവ്രവാദം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം കേന്ദ്രീകൃതമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അലിയാർ ജിഹാദി യാതൊരു അർത്ഥവുമില്ല അതിനകത്ത്. നമ്മൾ ഈ കുട്ടികൾക്ക് ഏറ്റവും നൂതനമായ ആയുധ പരിശീലനം നൽകുന്ന കാര്യം നമുക്കൊക്കെ അത്ഭുതമായിട്ട് തോന്നുമെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ അത് സർവ്വസാധാരണമായ കാര്യമാണ്. പാകിസ്ഥാനിലാകട്ടെ, അല്ല അഫ്ഗാനിസ്ഥാനിലാകട്ടെ, അതുമല്ലെങ്കിൽ ഇറാഖിലാകട്ടെ, അല്ലെങ്കിൽ സിറിയയിലാകട്ടെ, അതുമല്ല പലസ്തീനിലാകട്ടെ, അല്ലെങ്കിൽ നൈജീരിയയിലാകട്ടെ, ഇവിടങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ച മുസ്ലിങ്ങൾ അവരുടെ മക്കളെ കുട്ടിക്കാലത്തെ തന്നെ ആയുധ പരിശീലനം കൊടുത്താണ് വളർത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? കാഫിറുകൾക്കെതിരെ ജിഹാദ് നടത്താൻ വേണ്ടി. മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ജിഹാദ് നടത്തി അള്ളാഹുവിന് വേണ്ടി കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത്
ഈ ഭൂമിയിൽ നിന്ന് അവർ പോകണം. അല്ലാതെ വെറുതെ അഴകുഴമ്പം മുസ്ലിമായി ജീവിച്ച് തങ്ങളുടെ മക്കൾ മരിച്ചു പോകരുതെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. അഴകുഴമ്പം മുസ്ലിമായി കോംപ്രമൈസ് ചെയ്ത് മറ്റുള്ള കാഫിറുകളോട് അവിശ്വാസികളോടും ഒക്കെ ഒരു കോംപ്രമൈസ് ചെയ്ത് സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോയി അള്ളാഹൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കപടവിശ്വാസി എന്നുള്ള വിളി കേൾക്കാനിടയാകരുത് എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. പ്രമാണങ്ങൾ പഠിച്ച മുസ്ലിങ്ങൾക്ക് അതിൽ വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മക്കളെ അവർ ചെറുപ്രായത്തിലെ തന്നെ ആയുധ പരിശീലനം നൽകുന്നത്. അവരുടെ മക്കൾക്ക് അവരത് നൽകുന്നത്. പുസ്തകവും പേനയും പിടിക്കേണ്ട കൈകളിൽ തോക്കും വെടിയുണ്ടയുമാണ് ഈ പ്രമാണങ്ങൾ പഠിച്ച മുസ്ലിം മാതാപിതാക്കൾ കൊടുക്കുന്നത്. മറ്റ് വിനോദങ്ങളെല്ലാം ഹറാമാണെന്ന് പറഞ്ഞ് മുസ്ലിം കുട്ടികളെ കൊണ്ട് ആധുനിക ആയുധങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. പലസ്തീനിൽ ഓരോ വർഷവും സമ്മർ ക്യാമ്പുകളുണ്ട് മുസ്ലിം കുട്ടികൾക്ക് മിലിറ്ററി പരിശീലനം കൊടുക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്? ഹദീസ് ഉള്ളതുകൊണ്ട്, ജിഹാദ് അത്രമേൽ പ്രാധാന്യമേറിയതായതുകൊണ്ട്, ഇസ്ലാമിനകത്ത് ജിഹാദ് എന്ന് പറയുന്ന സംഗതി അത്രമേൽ പ്രാധാന്യമേറിയതായതുകൊണ്ട്. മറ്റ് മതസ്ഥരാരും അവരുടെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല, ഇങ്ങനെ ഒന്നും പരിശീലിപ്പിക്കുന്നില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി മക്കളെ കരാട്ട പഠിപ്പിക്കുന്ന, കുങ്ഫു പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മൊയ്ത്തായിയോ ജൂഡോയോ തെയ്ക്കോണ്ടയോ ഒക്കെ പഠിക്കാൻ വിടുന്ന മാതാപിതാക്കളുണ്ട്. അത് ജാതി മത വർഗ്ഗഭേദമന്യേ പല മാതാപിതാക്കളും ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ലെങ്കിലും പലരും ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്. തങ്ങളുടെ മക്കൾ സെൽഫ് ഡിഫെൻസ് പഠിച്ചിരിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പക്ഷേ ഇതല്ല, ഇതങ്ങനെയുള്ള കാര്യമല്ല. ഇത് തികച്ചും വർഗീയമായ ലക്ഷ്യത്തോടെ അന്യമതസ്ഥർക്കെതിരെ ജിഹാദ് നടത്തണമെന്ന ഉദ്ദേശത്തോടെ മക്കളെ ചെറുപ്രായത്തിലെ ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ടും അലിയാർ ജിഹാദി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് കരയുകയാണ്, തീവ്രവാദം എന്ന വർത്തമാനം മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടത് മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം മാറുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. മറ്റൊരു മതവിഭാഗത്തിലുള്ളവരും അന്യമതസ്ഥരെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തൻ്റെ മക്കൾക്ക് കുട്ടിക്കാലം മുതലേ ആയുധ പരിശീലനം കൊടുക്കുന്നില്ല. മറ്റൊരു മതവിഭാഗത്തിലുള്ളവർക്കും അവരുടെ മതഗ്രന്ഥങ്ങളിൽ കൽപ്പനയില്ല, അന്യമതസ്ഥൻ നമ്മുടെ മതം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന്. അതുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. ഇന്ന് ലോകത്തിലത് പ്രയോഗത്തിൽ വരുത്തുന്നതും മുസ്ലിങ്ങൾ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും തീവ്രവാദത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ അത് മുസ്ലിം കേന്ദ്രീകൃതമായി മാറും. അലിയാർ ജിഹാദിക്ക് അതിൽ വിഷമമുണ്ടെങ്കിൽ ആദ്യം പോയി ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ ആയത്തുകളുണ്ടല്ലോ, അതൊക്കെ ഖുറാനിൽ നിന്ന് അങ്ങ് എടുത്തുകളാം. പിന്നെ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് തള്ളിക്കള. അതൊക്കെ എഡിറ്റ് ചെയ്ത് പരിഷ്കരിച്ചിറക്ക്. നിങ്ങൾ ഖുറാനിൽ നിന്ന് എഡിറ്റ് ചെയ്യേ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ ശരിയായ വിധത്തിൽ വളർത്തിയ അടുത്ത തലമുറയിലെ മുസ്ലിങ്ങളെങ്കിലും അന്യമത വിദ്വേഷമോ മതഭ്രാന്തോ ഒന്നുമില്ലാതെ വളരും. അങ്ങനെ ഒരു സ്ഥിതി വന്ന ഭാവിയിൽ തീവ്രവാദം എന്ന വർത്തമാനം മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം മാറില്ല. അതല്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈ കിതാബുകളൊക്കെ ഇന്നുള്ളതുപോലെ തന്നെ അടുത്ത തലമുറയിലും അതിൻ്റെ അടുത്ത തലമുറയിലൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ, ഈ കിതാബുകളിലുള്ളതൊക്കെ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ജിഹാദിന് പ്രാക്ടീസ് കൊടുത്ത് വളർത്തുകയും നിങ്ങളുടെ ധനം ജിഹാദിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം തീവ്രവാദം എന്ന വർത്തമാനം മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കരഞ്ഞിട്ടോ മൂക്ക് പിഴിഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അലിയാർ ജിഹാദി. അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത വീഡിയോയിൽ നാം പരിശോധിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പോയിന്റാണ്. എന്താണ്? ഇന്ത്യ രാജ്യത്തിൽ ഇന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നിച്ച് നിൽക്കുന്ന ഇന്തോ പാക് പ്രശ്നത്തിൻ്റെ അടക്കം എല്ലാത്തിനും കാരണം ക്രിസ്ത്യാനികളാണ് എന്നുള്ള അലിയാർ ജിഹാദിയുടെ ആരോപണമാണ്. ഇന്ത്യയിൽ എന്നെങ്കിലും ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ അത് തകർത്തതാരാണ്? ക്രിസ്ത്യാനികൾക്ക് അതിനെന്തെങ്കിലും പങ്കുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധനാവിധേയമാക്കാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ. ആ വീഡിയോയുമായി വരുന്നതുവരെ ഈ കൊറോണ കാലത്ത് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.